എന്തിനാ സ്കൂളിൽ പോണം നീ? എടാ നീ സ്കൂളിലൊന്നും പറഞ്ഞ് ഇറങ്ങുന്ന എന്തോ കാര്യം ഉണ്ടാക്കാനാടാ? എടാ നീ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എവിടെ പോയി നിൽക്കൂടാ? നീ എന്തുവാ നീ ഉദ്ദേശിക്കുന്നത് എന്തുവാ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിനെ ഞാൻ എന്തിനാ വഴക്ക് പറയുന്നതെന്ന്. ഇല്ലയോ? നിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തടാ. ഒറിജിനൽ പേര് പറയടാ. ഗോവിന്ദൻ പുത്തൻപുരയ്ക്ക്. 70 വയസ്സുള്ളൊരു മുതുക്കനായ 70 വയസ്സുണ്ട്. 68 വയസ്സുള്ള മുതുക്കൻ. 2 വയസ്സ് പേനം കുറച്ച് കുറച്ചപ്പോ പുള്ളിക്ക് അങ്ങ് ഈഗോ അടിച്ചു. ഇത് പണിയാണല്ലോ നീ നടത്തി വെച്ചേക്കുന്നത്. അങ്ങനെ പറയുന്നു വേണ്ട. ഞാൻ ശരിക്കും സ്കൂളിൽ തന്നെ പഠിക്കണത്. നിന്റെ ഐഡി കാർഡ് കാണിറാ. നിന്റെ ഐഡി കാർഡ് കാണിറാ. കാണിറാ നിന്റെ തളിർവറ്റിലെയോ? പിന്നെ കുറച്ച് മറ്റേ ചുണ്ണാമ്പ് എല്ലാം കൂടെ എടുത്ത് വെക്കാം. നിന്റെ ബായി എടുത്തടാ. നിന്റെ ബായി നോക്കടാ. നിങ്ങൾ എന്തോ വിചാരിച്ചു ഞാൻ റഷ്യൻ കാറ്റിനെ വിളിക്കാൻ കൊണ്ട് നടക്കും? തുറക്കും. ഞാൻ ഇതിനകത്ത് അറിയാം. ബൈനോക്കുലറോ? എന്തിനാ ബൈനോക്കുലറോ? ഇത് ഞാൻ മറ്റേ പാടത്തേക്കടെ തോടിന്റെ സൈഡിൽ കൂടെ പോകുമ്പോ ചെറിയ ചെറിയ ഈ പരൽ മീനില്ലേ അത് വലുതാക്കി കാണാൻ എനിക്ക് ഭയങ്കര ഞാൻ വലുതാക്കി കാണിച്ചു തരാം. ഇവൻ ചെയ്യുന്ന പണി എന്തോന്നറിയാമോ? ഇവൻ ഈ യൂണിഫോം ഇട്ട് വാട്ടർ ബോട്ടിൽ ഈ ബായുമായിട്ട് രാവിലെ ഇറങ്ങും സ്കൂളിൽ പോവാന്ന് പറഞ്ഞ് ഈ 70 വയസ്സുള്ള ഈ മുതുക്കൻ എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നിട്ട് കോളേജിൽ പോകുന്ന പെമ്പിള്ളാർക്ക് ചെന്നിട്ട് തലകറങ്ങി അങ്ങ് വീഴും. എന്നിട്ട് ഇവൻ അവരോട് പറയും അപ്പൊ അവര് പൊക്കി മടി വെച്ച് ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കും. അങ്ങനെ ആശുപത്രി കൊണ്ടുപോകും. പിന്നെ തിരക്കുള്ള ബസ്സിനകത്ത് കയറും. എന്നിട്ട് പെണ്ണുങ്ങളുടെ സീറ്റിന്റെ അടുത്ത് പറയും ആൻറ്റി ആൻറ്റി എന്ന് പറയും. അപ്പൊ അവര് പൊക്കി മടിയിരുത്തും. അതൊക്കെ അവന്റെ പണി. ഇവൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കൊച്ചി ഇറക്കണം പറഞ്ഞ് നടക്കുന്ന ഇവനെ ഞാൻ നോക്കിയപ്പം ഈ അക്ഷയ സെന്ററിൽ അവൻ വാർദ്ധക്യ പെൻഷന് അപേക്ഷ കൊടുക്കാൻ നിൽക്കും. അന്നേ എനിക്ക് ഇവനെ സംശയം ഉണ്ടെന്ന്. പിന്നെ ഞാൻ ഉറപ്പിച്ച എങ്ങനെയാന്ന് വെച്ചാൽ ഈ സ്കൂൾ അടച്ചിരിക്കുന്ന ഏപ്രിൽ മെയ് മാസത്തിൽ ഇവൻ എന്തിനീ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകണം. അവിടെയാണ് ഞാൻ പിടിച്ചവനെ. മനസ്സിലായ? ഇതെല്ലാം ഞാൻ ക്ഷമിക്കും. ഈ കഴിഞ്ഞ ദിവസം എന്റെ പെണ്ണുമുള്ള രാവിലെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. അപ്പൊ ഇവൻ അവിടെ ചെന്ന് പറയുന്നു ആൻറ്റി എന്നെ ഒന്ന് റോഡ് ക്രോസ്. ബാക്കി എല്ലാം ഞാൻ ക്ഷമിക്കുക. അത് ഞാൻ ക്ഷമിക്കല്ല. കേട്ടടാ നീ? എടാ നീ ആറ് ഒക്കത്താ നീ കയറി ഇരുന്നെന്നറിയാവടാ? വർഷങ്ങളായിട്ട് ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ച എന്റെ ഭാര്യയുടെ ഒക്കത്ത്. ഞാൻ എന്നെങ്ങനെ ആയിപ്പോയതറിയാമോ? എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. നിനക്ക് അതുകൊണ്ടായിരിക്കും നീ നാട്ടിലിറങ്ങി നടക്കുന്ന തേൻ കെട്ടെ. എന്റെ ചേച്ചിമാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കല്യാണത്തിന്റെ അന്ന് ഒരു ഉമ്മ ചോദിച്ചിട്ട് എന്റെ പെണ്ണുപിള്ള പിടങ്ങി പോയതാ. ഇതുവരെ എന്നോട് വിട്ടിട്ടില്ല. മൈ മിസ്റ്റേക്ക്. അതെന്റെ തെറ്റാ. അല്ല ഈ സമൂഹമാണ് പലരെയും ഇങ്ങനെ ഞരമ്പ് രോഗികളാക്കുന്നത്. സ്വന്തം ഭാര്യ ഒരു ഉമ്മ ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ മോശം. നിന്റെ ഭാര്യയുടെ കയ്യിലാണ് തെറ്റ്. അല്ലല്ല അവക്കടെ കയ്യിൽ ഒരു തെറ്റില്ല. അതെ നിന്റെ ഭാര്യയുടെ കയ്യിലാണ് തെറ്റ്. അയ്യോ അവക്കടെ കയ്യിൽ ഒരു തെറ്റില്ല. എന്താ? കല്യാണത്തിന് വന്ന അവക്കടെ കൂട്ടുകാരുടെ അടുത്ത് ഉമ്മ തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് വെറുതെ ഇരിക്കും. ഇത് ചില്ലറ ഞരമ്പൊന്നുമല്ല. ഞരമ്പ് കൂട്ട ഞരമ്പാവിന്റെ. ഞാൻ ഞരമ്പലാന്ന് നീ ഒറ്റ മാത്രമേ ഉള്ളൂ. നിനക്ക് ഞരമ്പുണ്ട്. ഞാൻ ആശുപത്രിയിൽ പോയി ബ്ലഡ് എടുക്കാൻ നേരത്ത് സുന്ദരിയായിട്ടൊരു പെങ്കൊച്ച് ഓരോ ഞരമ്പ് കണ്ടുപിടിക്കാൻ എന്തോ ഒരു കൈ ഇങ്ങനെ കാണിച്ചേ. കണ്ടോ? കെട്ടിക്കൊണ്ടിരിക്കുന്ന പുതിയ പെരക്കകത്ത് വയറിങ് വലിച്ചിട്ടേക്കുന്ന പോലല്ലേ അവന്റെ ഞരമ്പം നോക്കി. എന്നിട്ട് അവൻ ഞരമ്പില്ലെന്ന് പറയുന്നു. എടാ നീ റൊക്കത്താ കയറിയെന്നറിയാവോ? ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച എന്റെ പെങ്കൊച്ചിന് പണ്ട് അല്ലേ ഞങ്ങൾ തമ്മിൽ എങ്ങനെ പ്രേമിച്ചെന്ന് നിനക്കറിയാം? പണ്ട് ഞങ്ങള് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ അങ്ങ് തുറന്നു. ജൂൺ 1-ാം തീയതി ഞങ്ങൾ സ്കൂളിലോട്ട് ചെന്ന് കയറി. വൈകുന്നേരം സ്കൂൾ വിട്ടപ്പം ഇടിയെന്ന് പറഞ്ഞാ പൊരിഞ്ഞ ഇടി. ആരുമായിട്ടല്ലെന്ന് ജൂൺ മാസമല്ലേ വൈകുന്നേരം ആയപ്പോ മഴ ഇടിയോടിടി. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോ കാണാം തൊട്ടപ്പുറത്ത് ഒരുമാതിരി പന്നല്. ഈ പന്ന മിന്നലേത് മനുഷ്യനെ പേടിപ്പിക്കാൻ. പിന്നെ നോക്കിയപ്പോ കാണാം സ്കൂളിന്റെ വരാൻ തയ്ക്കുന്നു. മിന്നലല്ലെന്ന് എന്റെ കൂടെ പഠിക്കുന്ന ഗീത അവൾ അവിടെ നിൽക്കുന്നു. ആ കുട്ടി അങ്ങനെ മഴയും നനഞ്ഞ് വീട്ടിൽ പോകും. അപ്പൊ എനിക്ക് സെന്റിമെന്റ്സ് അടിച്ചു. കുടയില്ല. അപ്പൊ ഞാൻ ആ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഒരു വാഴയില വെട്ടിട്ട് ആ കൊച്ചിനെ കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നേരെ അവളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. ഇതേ കണക്കൊരു സംഭവം ഞാൻ പഠിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ മഴ നനഞ്ഞുന്ന ഒരു കൊച്ചിനെ വാഴയില വെട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുനോക്കി. പക്ഷെ കൊച്ചു നനഞ്ഞുപോയി. അതെങ്ങനെ നനഞ്ഞു? എനിക്ക് എന്റെ സൈസിന് ഒളിപ്പിച്ച ഹൈറ്റിലല്ലേ ഇത് ഇല പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ വേറെ കേസ് ആകെയാളിയാ ഞാൻ രക്ഷപ്പെട്ടു. അവരുടെ വീട്ടുകാരും കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ആ കൊണ്ടുപോയ ആ വാഴയില എന്നെ വാട്ടി എന്നെ അതിനകത്ത് വെച്ച് ഗ്രില്ലഡ് ചിക്കൻ പൊള്ളിക്കണ മാതിരി എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടാ. പക്ഷെ ഞാൻ എന്റെ ഗീതയെ വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് ഞാനിത് എന്താ സംഭവം അറിയാൻ ജസ്റ്റ് ഞാൻ പുറകോട്ടം തിരിഞ്ഞു നോക്കി. അപ്പൊ അവളെന്നെ വീടിനകത്തിരുന്നപ്പോ എന്നെ തിരിഞ്ഞ ഒരു നോട്ടം. അപ്പൊ എനിക്ക് മനസ്സിലായി അവക്ക് എന്നോട് പ്രണയമുണ്ട്. ആ പെൺകുത്തിന്റെ ഒക്കത്താ നീ കയറിയിരുന്ന. നിന്നെ ഞാൻ വിടുവാടാ. ഞാൻ നിന്റെ വീട്ടിൽ നാളെ പറട്ടെ. നിന്റെ വീട്ടിൽ നാളെ പ്ലീസ് കാലൊന്നും പിടിക്കാം. നിന്റെ വീട്ടിലും പറട്ടെ. വീട്ടിൽ നാളെ വന്നിട്ട് ഞാൻ പുറത്തോളൂ. ഇവൻ ഈ സൈഡ് പണി ഭാഗത്ത് കാണിക്കുന്നു. നമസ്കാരം. ഞാൻ വേറെ പ്രശ്നത്തിക്കാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നീ കെട്ടത്തില്ല. കെട്ടിയാ നീ അഴിഞ്ഞു പോകും. നീ അവിടെ നില്ല.
സാർ വീട്ടിലാരൊക്കെ ഉണ്ട് സാർ? വീട്ടിലെ ഞാനുണ്ടോ, ഭാര്യയുണ്ടോ, ഭാര്യയുടെ അനിയത്തിയുണ്ടോ, പിന്നെ 2 പിള്ളേരുണ്ട്. അനിയത്തിക്ക് എത്ര വയസ്സുണ്ട്? അതുകൂടെ ഞാൻ പറഞ്ഞു തരാടാ. ഞാൻ അനിയത്തി ആ വീട്ടിൽ കൊണ്ട് വിട്ടു. 2 പെമ്പിള്ളേരും ഞാനും അവളും. സാർ വീടിന്റെ പ്രധാന വരുമാനം? വീടിന്റെ പ്രധാന വരുമാനം ഞാനാണ്. ഞാൻ ഇച്ചിരി തിരക്കി നിൽക്കാൻ പോലെ. ഈ വീട്ടുകാരെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്? എനിക്ക് എന്റെ പിള്ളേരും ഭാര്യയും വിട്ട് ഒരു നിമിഷം അങ്ങോട്ടേക്കിട്ട് എനിക്ക് മാറാൻ പറ്റില്ല. അങ്ങനത്തെ സാറേ ഈ പെട്ടെന്ന് എന്തെങ്കിലും ദേഷ്യത്തിൽ ചെയ്യുന്ന ആളാണോ? ഇല്ല, ഞാനത് ആലോചിച്ച് ചെയ്തോളൂ. ഞാൻ ബീപ്പിയുടെ 2 കൂടി രാവിലെ കഴിക്കുന്ന ആകിന്റെ അടി ഞാൻ എടുത്തിയാട്ടോ. അപ്പൊ എന്നെ കൊല്ലത്തില്ലെന്ന് ഉറപ്പായി. ഇയാളുടെ മോൻ ഞാനാ. ഒന്നും ചെയ്യില്ല. വീട്ടിൽ കെട്ടിയാണ് അല്ലെ നാട്ടുകാർ ഇതുപോലെ കൊണ്ട് കെട്ടിയത്. ഞാൻ ഇങ്ങനെയാ വാങ്ങാറുണ്ടല്ലോ. ഇവൻ ഒറ്റ എടുത്ത ഇവൻ പന്നച്ചെടുക്കൻ സ്വന്തം തന്തയല്ലേ ഞാൻ. ഒരിക്കൽ ഞാൻ ശ്വാസം മുട്ടിക്കിടന്ന് നിലവിളിച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഈ നിക്കണവൻ എനിക്ക് തന്നില്ലറിയാമോ? അത് മോശമല്ലേ. അവൻ എത്രക്കാരനായിക്കോട്ടെ, ശ്വാസം മുട്ടി പഠിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കണ്ടടാ. ചേട്ടാ ഇയാൾ എവിടെ ഇരുന്ന ശ്വാസം മുട്ടിയെന്ന് ചേട്ടൻ ചോദിക്കട്ടാ? നിനക്ക് ചോദിക്കാൻ പോലെ ഫ്രീ ആയിട്ട് ശമ്പളം മേടിക്കാൻ വന്നിരിക്കണേ. എന്നെ കൊണ്ട് ചോദിച്ചിട്ട് ഇയാൾ എവിടെ ഇരുന്ന ശ്വാസം മുട്ടിയെന്ന് അറിയാമോ? ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലെ അമ്മിണി ചേച്ചി അലമാരക്കാത്തിരുന്ന് ഞാനിപ്പോ വെള്ളം കൊണ്ട് പോണോ ചേട്ടാ? ഓർക്കാതെ കയറി. ഓ അതെ, ഓർക്കാതെ ചെന്ന് കയറിയതായിരിക്കും. അതല്ലെന്ന് അവര് പൂട്ടിക്കൊണ്ടു പോകുന്നു. ഞാൻ ഓർത്തില്ലടവേ. അമ്മണിയുടെ അലമാരിക്കകത്ത് കയറിക്കാൻ നീ ആരാ? പാറ്റയോടാ. ഇവന് ഇതേ പണിയാണ് കാണിക്കുന്നത്. ഇവനെ ഞാൻ തീർക്കോ? ചേട്ടാ അങ്ങനെ തീർക്കല്ലേ ചേട്ടാ. ചേട്ടൻ ഒരു എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം ചേട്ടാ. ലേഡീസ് ഹോസ്റ്റലിലെ മതിലെ കുപ്പിച്ചില്ലിന്റെ ഇടയിൽ നിന്ന് സ്വന്തം തന്തേനെ പെറുക്കിയെടുക്കുന്ന ഒരു മോന്റെ അവസ്ഥ ചേട്ടൻ പറയാൻ മനസ്സിലാവോ ചേട്ടാ? ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഇതുപോലെ പുഴിയ തന്തയില്ല. അതാണ് ചേട്ടാ. ഇയാളുണ്ടല്ലോ ഒരു തവണ കുളിസയും കാണാൻ വേണ്ടി കുളിക്കടപ്പിച്ചെന്ന് ഒരു കല്ലിന്റെ മേളിൽ ഇങ്ങനെ ഇരുന്ന് നാട്ടുകാരെല്ലാരും കൂടി ഇയാളെ ഓടിച്ചിട്ട് പിടിച്ചു. എന്നാൽ ഇയാൾ എന്നാ പറഞ്ഞെന്നറിയാമോ? ഞാൻ കല്ലുമ്മക്കായാണ് എന്നെ ചെയ്യലേന്ന്. ആ നാട്ടുകാരുടെ ഇടയിൽ നിന്ന് തല്ലി കൊള്ളാതെ രക്ഷിച്ചോണ്ട് പിന്നെ ഒരു മോന്റെ അവസ്ഥ ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവുക. എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഇതുപോലെ പുഴിയ തന്തയായിരിക്കും ചേട്ടാ. ചേട്ടൻ അറിയാൻ കേട്ടാ ഇതുവരെ എന്നെയോ എന്റെ അമ്മേനോ ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചേട്ടൻ ചോദിച്ചേട്ടാ. തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ തനിതുവരെ? പിന്നെ ഞാൻ നോക്കിയിട്ടില്ലോ. ഞാൻ എങ്ങനെയാ പഠിച്ചെന്ന് ചേട്ടൻ അറിയാമോ? അല്ല സാധാരണ ബുക്ക് നോക്കിയായിരിക്കും. അല്ലെ പിന്നെ തലകുത്തി നിന്ന് പഠിക്കാൻ നോക്കത്തില്ലല്ലോ. അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഞാൻ വേറെ ആയിട്ടാണോ പറഞ്ഞത്? ചേട്ടാ ഇയാള് കാരണം ഞാൻ 3 സ്കൂളായിട്ടാ മാറിയത് അറിയാമോ? ഓ പൈസ അഹങ്കാരം അല്ലാന്നെന്തോ പറയാനാ? അതാണോ തന്നയുടെ കയ്യിരിപ്പ് കാരണം എന്നെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടെന്ന്. ചേട്ടാ ഒരു തവണ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ എനിക്ക് പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. നമ്മൾ പാരന്റ്സിന്റെ അടുത്തല്ലേ ഏട്ടാ ഇത് കൊണ്ടുപോണത്. ഞാൻ ഇങ്ങേരെ എടുത്തുകൊണ്ട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ എന്താ ചെയ്തെന്നറിയാമോ? ആ പ്രോഗ്രസ് കാർഡിന്റെ പുറകിൽ എന്റെ ടീച്ചർക്ക് ലവ് ലെറ്റർ എഴുതി വെച്ചേക്കാം. അത് ഇങ്ങേർക്ക് പറ്റിയ തെറ്റാണ്. മൈ മിസ്റ്റേക്ക്. അത് സമ്മതിക്കുന്നുണ്ടോ? തെറ്റ് പറ്റിയതാണെന്ന് സമ്മതിക്കുന്നു. ബാക്കിയും കൂടി കേൾക്കും. ഞാൻ അതൊരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കണമായിരുന്നു. അവിടെ നിന്ന് സ്കൂൾ മാറ്റി ഈ കാരണം കൊണ്ട് ഞാൻ അങ്ങനെ വേറെ സ്കൂളിൽ പഠിക്കുമ്പോൾ സേവനമാരായിരുന്നു. ഇയാൾ 2 ചൂട് കപ്പയും പിടിച്ചോണ്ട് എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് പറയാം, വാ മക്കളെ കപ്പ പുഴുങ്ങി തരാന്ന്. ഓഹോ, അത് എനിക്കിട്ട് പുഴുങ്ങാനാന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. അത് എന്റെ ടീച്ചർക്ക് കൊടുത്ത കപ്പ പുഴുങ്ങിയാലുണ്ടല്ലോ ഇയാള് മുളക് ചാലിച്ചത് കൊണ്ട് ഐ ലവ് യു എഴുതി വെച്ചെന്നേ. ചേട്ടാ ചേട്ടാ മുളക് ചാലിച്ചത് 2 കണ്ണിലിന്റെ ചന്നിറങ്ങിക്കോളാൻ പറഞ്ഞു. ഇവന്റെയോ? അല്ല എന്റെ. ഞാനവിടെ ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ അവിടെ കയറി വരുന്നത്. ഇതുപോലെ തന്നെ സ്കൂളിൽ വേറൊരു ഇൻസിഡന്റ് ഉണ്ട്. സ്കൂളിൽ ഞാൻ PTA മീറ്റിംഗിന് വിളിച്ചോണ്ട് പോയി. ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയ തക്കത്തിന് എന്റെ കുഞ്ഞനീയനാന്ന് പറഞ്ഞ് ടീച്ചറിന്റെ മടി കയറിയിരുന്നു. അങ്ങനെ ഞെളിയല്ലേ? അങ്ങനെ നീ ഞെളിയരുത്. എന്റെ പെണ്ണും പിള്ളയുടെ മടിയിൽ നീ കയറി ഇരുന്നിട്ട് ഒരക്ഷരം ഞാൻ മിണ്ടിയോ? പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞ എന്റെ അമ്മയല്ലേ ഏട്ടാ. നീ അങ്ങനെ പറയരുത്. അത് വേറൊന്നുമല്ല പൊന്നു സുഹൃത്തുക്കളെ. ആ ടീച്ചർക്ക് എന്നെ കണ്ടപ്പോ ഒരു പുത്രവാത്സല്യം തോന്നി. സ്വാഭാവികം. അപ്പൊ എനിക്കും തോന്നി ഒരു മാതൃവാത്സല്യം. അത്രേ ഉള്ളൂ. തന്നേക്കാൾ 20 വയസ്സുള്ള പെണ്ണിനോട് എങ്ങനെയാണോ തനിക്ക് മാതൃവാത്സല്യം തോന്നുന്നത്? ഒരു കാര്യത്തെ മനസ്സിലാക്കണം. വാത്സല്യത്തിനങ്ങനെ പ്രത്യേക പ്രായപരിധിയില്ല. പക്ഷെ നിന്റെ ഈ പ്രായം ഉണ്ടല്ലോ അതിനൊരു പരിധി ഉണ്ട്. ചേട്ടാ വേറൊരു കാര്യം അറിയാമോ ചേട്ടാ? മുത്തച്ചിപ്പിയുടെ ഓണർ ബെൻസ് മേടിച്ചത് ആരുടെ കാശിനാന്നറിയാമോ? കാശിന് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. എല്ലാം ഞാൻ വീട്ടിൽ ഷെൽഫിൽ അടുക്കി വച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വന്നാൽ നമുക്കൊന്ന് റെഫർ ചെയ്യാം. ഒരു ലൈബ്രറി ഉള്ള ആളെ എന്റെ ഫ്രണ്ട് വാസ്തവം. ഇത്ര ഒപ്പിച്ചു വെച്ചാൽ അവൻ വാചകം മര്യാദയ്ക്ക് അവനെ വിളിച്ചോണ്ട് നീ പൊക്കോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തി. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇത്രയും കാലം ഞാൻ എങ്ങനെ ജീവിച്ചത് നിങ്ങളെ ചോദിച്ചോ? ഇതുപോലെ ഞാൻ എങ്ങനെ കഴിഞ്ഞത് നിങ്ങളെ ചിന്തിച്ചോ? എടാ ഈ സമയത്ത് ഇതൊന്നും അറിയാതെ ചേട്ടൻ മേമ്മയുടെ വീട്ടിൽ ഇരുന്ന് പഠിക്കുകയല്ലായിരുന്നു? അതെ, എങ്ങനെ മനസ്സിലായി? പിന്നെ സിനിമയുടെ കഥ പറഞ്ഞാൽ പിന്നെ മനസ്സിലാവും. ചേട്ടാ എല്ലാ വീട്ടിൽ ഞാൻ ഈ മീശമാധവന്റെ കഥ പറയും. പിന്നെ വേറൊരു കേസും പറയും. ഇതൊക്കെ പ്രണയം എന്ന് പറഞ്ഞൊരു തത്വം ഉണ്ട് ഇതിന്റെ പുറകിൽ. മക്കളെ, എനിക്കിത് ഞരമ്പല്ല. കാരണം എനിക്ക് എല്ലാവരോടും പ്രണയമാണ്. ഈ പ്രപഞ്ചത്തിനോട് പ്രണയം, മാനിനോട്, മയിലിനോട്,
മനുഷ്യ സ്ത്രീകളോട് പിന്നെ ആണുങ്ങളോട് ഈ പ്രപഞ്ചം മൊത്തം സർവം പ്രണയമയം. ഇങ്ങനെ സാഹിത്യം പറഞ്ഞ് നടക്കുന്നവനുമാണ് സ്വിമ്മിംഗ് പൂളിൽ കയറി ആരും അറിയാൻ മൂത്രമൊഴിച്ച് കളയാൻ. സാഹിത്യം പറയണം. വെറുതെ പിടിച്ചേട്ടാ ചേട്ടാ. ഇല്ല വെറുതെ വിടുന്ന പ്രശ്നമില്ല ചേട്ടാ അങ്ങനെ ചേട്ടന്റെ മോൻ ഈ സ്ഥാനത്ത് നിൽക്കുവാണെങ്കിൽ അന്ന് ചേട്ടൻ ആ സ്ഥാനത്ത് നിൽക്കുവാണെങ്കിൽ ചേട്ടന്റെ മോനെ പിടിച്ചെടുത്തേക്കണ ചേട്ടനോട് ചേട്ടന്റെ മോനെ സ്ഥാനത്ത് നിൽക്കണ ഈ ചേട്ടൻ എന്ത് പറയുന്നു ചേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേട്ടാ. ഒരു മിനിറ്റ്, നിങ്ങളിത് പറഞ്ഞ് ക്ലിയർ ആക്കുന്ന സമയത്ത് ഈ ചേട്ടല്ലേ ചേച്ചിമാരുടെ അടുത്തൊന്ന് പോയിച്ചു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ള പാലക്കാട് കൂട്ടത്തോടെ ഇറങ്ങും ഭർത്താക്കന്മാർ. നീ ഒന്നുകൂടെ പറയണം, നീ ഒന്നുകൂടെ പറ. ചേട്ടൻ ഒരു മോനുണ്ടെങ്കിൽ ആ മോൻ ചേട്ടന്റെ സ്ഥാനത്തെ പോലെ വേറൊരാളെ ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കുവാണെങ്കിൽ അന്ന് ചേട്ടൻ ഈ സ്ഥാനത്ത് ചേട്ടൻ നിൽക്കുവാണെങ്കിൽ ചേട്ടൻ നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ചേട്ടന്റെ മോനോട് അന്നത്തെ ചേട്ടൻ എന്ത് പറയും ചേട്ടാ? ഞാൻ അവനോട് എന്ത് വേണേലും പറഞ്ഞോളാം. ആദ്യം നിന്റെ ഈ നാക്കുടക്കം നിർത്താത്തന്നെ നിന്നോട് രണ്ട് ഇത്തവണത്തേക്ക് അപ്പനോട് ഇത്തവണത്തോളം ക്ഷമിച്ചാൽ അടുത്ത തവണ ആര് ക്ഷമിക്കും ഇവനോട്? അതുകൊണ്ട് ഞാൻ ക്ഷമിക്കത്തില്ല. ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. തന്തേ അയാളെ കൈ കണ്ടോ? ഒരാടി കിട്ടിയാൽ നിങ്ങളും തീരും ഞാനും തീരും. നീ തീരുന്നുള്ള ഉറപ്പാണോ? 100%. എന്നാ ഞാൻ പുള്ളിക്ക് മാപ്പ് കൊടുക്കില്ല. അതിനാ ഞാൻ പോകുമ്പോ എന്റെ ഒപ്പം നീയും എന്തിനാണോ വെള്ളിടി പോലെ എന്റെ തലയിൽ വന്ന് താനിങ്ങനെ വെട്ടണത്? ക്ഷമ പറയണോ? ക്ഷമ എന്ന വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. ഞാൻ പറയില്ല. ഞാൻ ക്ഷമ പറഞ്ഞാൽ മതി. ഞാൻ പറയില്ല. ക്ഷമ ഞാൻ പറയില്ല. നീ പറയടാ. എനിക്ക് വേറെ സ്കിറ്റുള്ളതാണെന്ന് പറയടാ. എനിക്ക് മാത്രല്ല, എനിക്കുണ്ട് വേറെ സ്കിറ്റ്. ആ മൂന്നെണ്ണം കയറി പിടിക്കുമ്പോ പറയില്ല. ഇപ്പൊ ഞാൻ പോലീസ് വിളിക്കും. പോലീസേ എന്നോട് ക്ഷമിക്കാം. ഇങ്ങനെയാണോ മാപ്പ് പറയുന്നത്? ഇപ്പൊ പോലീസിനെ വിളിക്കണ്ട. പറയും അപ്പം എന്നോടൊന്നു ക്ഷമിക്കാമോ? അങ്ങനെ ക്ഷമിക്കുന്നില്ല. ഇങ്ങനെയാണോ ക്ഷമ പറയുന്നത്? നല്ല ഫീൽ ചെയ്യുന്ന രീതി പോലീസിനെ വിളിക്കണോ? എന്നോട് ക്ഷമിക്കേ. I love you. ഞാൻ അതെ മോഹൻലാലിനെ പ്രേമിച്ചിരുന്നെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? ഇത്ര നേരം ഇവനെ ഇവിടെ നിന്നിട്ടും ഇവനെ ഒന്ന് തല്ലാൻ പറ്റാത്തോണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ. ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് സന്തോഷം തന്ന കല്യാണിക്കുട്ടി. എന്നാ കാര്യത്തിന്? എന്റെ മോനെ അല്ല, നമ്മുടെ മോനെ കല്യാണിക്കുട്ടി നന്നായി വളർത്തണം. പോണവർക്ക് ഞാനും കൂടി വരട്ടെ. എന്നാ പഞ്ചായത്തിന്റെ അവിടെ ഉള്ള ബസ് സ്റ്റോപ്പിൽ വിട്ടാ മതി പ്ലീസ്. അച്ഛനൊന്നും ചെയ്യില്ല.